പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇസ്രായേൽ ബന്ദികളെ കൈമാറാനുള്ള കരാറിൽ നിന്നും പിന്നോട്ടുപോയ ഹമാസിനെതിരെ അന്ത്യശാസനവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച ശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും കൈമാറിയില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന പ്രമേയം സുരക്ഷാ ക്യാബിനറ്റ് ഏകകണ്ഠമായി പാസാക്കി. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പാലിക്കുന്നില്ല എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസ് തടസ്സം നിരത്തി രംഗത്ത് വന്നത്. സമാധാന കരാറിന്റെ ലംഘനം നടത്തിയ ഹമാസിന്റെ വഞ്ചനാപരമായ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറിയില്ല എങ്കിൽ കനത്ത തിരിച്ചടിയും നരകതുല്യമായ അനുഭവമായിരിക്കും ഗാസയും ഹമാസും നേരിടേണ്ടി വരികയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞയാഴ്ച മോചിപ്പിക്കപ്പെട്ട 3 ബന്ദികളുടെ ആരോഗ്യാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട ഇസ്രായേൽ ഗവൺമെന്റ് ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഗാസയിൽ ഹമാസിനെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നു. 4 മണിക്കൂർ നീണ്ടുനിന്ന സുരക്ഷാ ക്യാബിനറ്റിൽ പല നിർണായക തീരുമാനങ്ങളും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച ബന്ദികളുടെ അവസ്ഥയിൽ ക്യാബിനറ്റ് അംഗങ്ങൾ രോഷം പ്രകടിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറണമെന്നുള്ള ഹമാസിനെതിരെയുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തെ സുരക്ഷാ ക്യാബിനറ്റ് സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ വിപ്ലവകരമായ വീക്ഷണത്തെയും ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് പ്രശംസിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഒപ്പം ഗാസയുടെ ഉള്ളിലും ചുറ്റിലുമുള്ള ഇസ്രായേൽ സൈനികരെ ക്രോഡീകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കും. ശേഷം ഹമാസിന്റെ അന്തിമ പരാജയം വരെ ഇസ്രായേൽ ശക്തമായ പോരാട്ടം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്യാന ന്യൂസ്.